ഓൾറൈറ്റ്. സോ ഈ വീഡിയോയില് ജസ്റ്റ് ഒരു ബേസിക് ട്രിക്കാണ്. ഇപ്പൊ മുന്നേ ചെയ്ത കുറെ വീഡിയോസിൽ ചെയ്തുകൊണ്ട്, പക്ഷെ ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയണമെന്ന് തോന്നി. ആഹ് ഒന്നുമില്ല. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ എലിമെന്റ്സ് ഇൻ എൻ അറേ. ഓക്കെ, ഇതൊരു അറേ തന്നിട്ടുണ്ട്, 1 2 3 4 5. സോ 1 പ്ലസ് 2 3 6 പിന്നെ 10 15. സോ ഔട്ട്പുട്ട് 15 പ്രിന്റ് ചെയ്തു, സം ഓഫ് എൻ അറേ. ഓൾറൈറ്റ്. സോ ഇതിപ്പോ ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഡിങ്ങിന്റെ ഐ ഗസ് ടെക്നിക്കും കൂടിയല്ല ഇത്. അങ്ങനെ ഇത് ലോജിക്കാണ്, ബട്ട് ഇത് എപ്പോഴും യൂസ് ചെയ്താൽ മതി. ഒരു വേരിയബിൾ ആദ്യം അങ്ങോട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. വേരിയബിൾ പറഞ്ഞിട്ട്, വേരിയബിൾ എന്നല്ല, ലൈക്ക് സം പറഞ്ഞിട്ട് എന്തെങ്കിലും ഇനീഷ്യലൈസ് ചെയ്തിട്ട് പിന്നെ അത് സീറോ ആക്കി വിടുക. പിന്നെ ഒരു ലൂപ്പ് റൺ ചെയ്യുക ഫോർ എലമെന്റ് എൻ ഐ ഗസ്. ഓക്കെ, സോ ഒരു ഇതാദ്യം കമന്റ് ചെയ്യാം. ആൻഡ് ഇത് കോപ്പി ചെയ്തിട്ട് കോപ്പി കൺട്രോൾ വി array ഇത് ഈക്വൽ ടു ആക്കണം. ആൻഡ് array ഈക്വൽ ടു ആക്കണം. ഓക്കെ, ഫോർ എലമെന്റ് ഇൻ array ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നു. ആൻഡ് ഈച്ച് എലമെന്റ് വിൽ ബി 1 2 3 4 5. ഓരോരോ ലൂപ്പ് റൺ ചെയ്യുന്ന സമയത്ത് എലമെന്റ് ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് വരും. സോ സം പ്ലസ് ഈക്വൽ ടു എലമെന്റ്. ഓൾറൈറ്റ്. പിന്നെ പ്രിന്റ് ഔട്ട് ദ സം. ഓക്കെ, സോ ഇത് റൺ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എന്തായിരുന്നു, ഇപ്പൊ 15 പ്രിന്റ് ആയി. സോ ഈ അറേന്റെ സമ്മ് കിട്ടി. അറേയുടെ സമ്മ് കിട്ടി 15. അപ്പൊ ഇതിലിപ്പോ എന്താ ചെയ്തു, ഇതിലാകെ ചെയ്തത് ഒരു വേരിയബിൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു, ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്തു. ആൻഡ് ഈച്ച് ലൂപ്പ് ഈച്ച് ലൂപ്പ് റൺ ചെയ്യണ സമയത്ത് ആ ഒരു വേരിയബിളിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആ വേരിയബിൾ അങ്ങോട്ട് പ്രിന്റ് ചെയ്യാം. സോ ഇതിപ്പോ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവണം ഇത്രേ ഉള്ളൂ പണിയുന്നത്. അപ്പോൾ ഇതല്ല. ഓക്കെ, ഇത് ഓക്കെ. ഇതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഓൾറൈറ്റ്. സോ ഫാക്ടോറിയൽ പറയുമ്പോൾ കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. എക്സാമ്പിൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 into 4 into 3 into 2 into 1. ഈ ഇൻറ്റുവിന് പൈത്തണിലെ സ്റ്റാർന്ന് കൊടുക്കുക, അറിയാവുന്നത്. 5 into 4 into 3 into 2 into 1. സോ എക്സാമ്പിൾ 5 ആണെങ്കിൽ ഔട്ട്പുട്ട് 120, ബിക്കോസ് 5 4 20, 23 60, 60 into 120. അത്ര. ഇതിലും ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇതിലും ഇതേപോലെ ഇതേ ഫോർമാറ്റ് തന്നെ. ജസ്റ്റ് ഇതിപ്പോ കോപ്പി ചെയ്യണു. കോപ്പി ചെയ്തിട്ട് ഇത് കമന്റ് ചെയ്ത ശേഷം ഇവിടെ പോയിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്യണം. ഈ സംഭവമാണ് കേട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്ത്. ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇത് നമുക്ക് കമന്റ് ചെയ്യാം. ആൻഡ് ഇതിലിപ്പോൾ എന്താ വേണ്ടത്, ഇതിൽ ഫാക്ടോറിയൽ ആണ് വേണ്ടത്. സോ ഫാക്ടോറിയൽ എന്ന് കൊടുക്കണം, ഓർ ആൻസർ എന്ന് കൊടുക്കണം. ലാസ്റ്റ് ആൻസർ. ഓക്കെ, ആൻസർ. സോ ഇതിലിപ്പോ ഫോർ ലൂപ്പ് ഇങ്ങനെ റൺ ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് അറേ ഇല്ല. സോ ഫോർ ഐ ഇൻ റേഞ്ച് വാട്ട്, ലെറ്റ്സ് സേ. ഓക്കെ, സോ ഇതിപ്പോ ഞാൻ കമന്റ് ചെയ്തു. സോ നമ്പർ ഇസ് ഈക്വൽ ടു 5. ആൻസർ നമ്മൾ ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. നമ്പർ ഒരു യൂസർ തരുന്ന നമ്പറാണ് 5. ആൻഡ് റേഞ്ച് ഇസ് ഫ്രം 5 to I guess what is it, 5 4 3 2 1 വന്നാൽ മതി, 0 വരാൻ പാടില്ല. സോ സെക്കൻഡ് എലമെന്റ് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റേഞ്ചിന്റെ ഫംഗ്ഷനാലിറ്റി. സോ ഫസ്റ്റ് എലമെന്റ് ഇൻക്ലൂഡ് ചെയ്യും, ഫസ്റ്റ് പാരാമീറ്റർ ഇൻക്ലൂഡ് ചെയ്യും, സെക്കൻഡ് പാരാമീറ്റർ എക്സ്ക്ലൂഡ് ചെയ്യും. സോ 5 4 3 2 1 വരെ ഇത് വരുള്ളൂ. ഓക്കെ, സോ ഇത് ഇങ്ങനെ അല്ലേ, കുറഞ്ഞ് വരണമെങ്കിൽ സ്റ്റെപ്പ് -1 കൊടുക്കണം. സോ 5 - 1 4, 4 - 1 3, 3 - 1 2, അങ്ങനെ പോയി 1 വരെ വന്നു. അത്രേ ഉള്ളൂ. ഇനി ഇതെങ്ങനെ മാറ്റും, ഇവിടെ പറയുമ്പോൾ നമ്പർ. ഓക്കെ, സോ ആൻസർ സ്റ്റാർ ഈക്വൽ ടു നമ്പർ. ഓ വെയിറ്റ്, എന്താ ഞാൻ ചെയ്യണത്, ആൻസർ 1 ആണല്ലോ വരേണ്ടത്, ആൻഡ് നമ്പറിന്റെ ആവശ്യം കൂടി ഇല്ല. അപ്പൊ ഇതേ ഫോർമാറ്റ് തന്നെ ഈ ഒരു സം ഈക്വൽ ടു 0, ഒരു ലൂപ്പ് റൺ ചെയ്യാൻ ലാസ്റ്റ് ആ
ആ ഒരു സമ്മിനെ പ്രിന്റ് ചെയ്യുക. സോ ആ വേരിയബിളിന് ഒരു വേരിയബിൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുക, വേരിയബിളിന് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുക, വേരിയബിൾ ലാസ്റ്റ് പ്രിന്റ് ചെയ്യുക. അതേപോലെ ഇവിടെ ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു 1 ആൻഡ് പിന്നെ ഫോർ ഐ ഇൻ റേഞ്ച് ഐ അപ്പോൾ 5 4 3 2 1 ആകും. ആൻഡ് ഈ ഓപ്പറേഷന്റെ ആക്ച്വൽ എക്സ്പാൻഷൻ ഇസ് ആൻസർ ഈക്വൽ ടു ആൻസർ സ്റ്റാർ നമ്പർ. സോ നമ്പർ അല്ല, വെയിറ്റ്, ഐ ആണ്. ആൻഡ് ഇത് ഓൾസോ ഈക്വൽ ടു ഐ. സോ എന്താ ഇപ്പോൾ വരിക? ആൻസർ പ്രിന്റ് ചെയ്ത് നോക്കാം. വന്നാൽ മതി. 120 120 വന്നു. സോ ഇതില് വേണമെങ്കിൽ നമ്മൾക്ക് കൊടുക്കാം ദാറ്റ് ഇൻപുട്ട് ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കാം. ഓക്കെ, ഇൻപുട്ട് ഇത് ആക്ച്വലി ലൈക്ക് ഇൻബിൽട്ട് സംതിങ് ആണ്. സോ അത് കാരണം ഇൻപുട്ട് ഇപ്പോൾ ഒരു യെല്ലോ കളറിൽ, ഇത് ജസ്റ്റ് അണ്ടർസ്കോർ കൊടുത്തത് ഒരു വേരിയബിൾ ആയി മാറി ഇൻപുട്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. എന്താണ് യൂസർ കൊടുക്കണ ഇൻപുട്ട്? അത് ഇപ്പൊ 5 ആണ് വെക്കി, നമ്മളിവിടെ 5 കൊടുക്കണം. ആൻഡ് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ 120 പ്രിന്റ് ആക്കണം. ഓക്കെ, സോ പോയിന്റ് എന്താ വെച്ചാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്, വിച്ച് ഇസ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. പറഞ്ഞ സംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുക, ബട്ട് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ഒരു ഓപ്പറേഷൻ ഓൺ വേരിയബിൾ ആൻഡ് അതിനുശേഷം ഔട്ട്പുട്ട് ദ റിസൾട്ട്. അത്രേ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഓക്കെ.